TRP റേറ്റിംഗിൽ നമ്പർ 1 ആയിട്ടുള്ള ഏഷ്യാനെറ്റിലെ പത്തരമാറ്റ സീരിയലിലെ ജലജ എന്നുള്ള കട്ട നെഗറ്റീവ് റോള് ചെയ്യുന്ന സ്മിത പി സാമുവൽ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. താങ്ക് യു. സ്മിത എന്താ നെഗറ്റീവാന്ന് പറഞ്ഞതിനാണോ താങ്ക് യു? നെഗറ്റീവ് ചെയ്യുന്നത് ഒരു വെറൈറ്റി അല്ലേ? അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് നെഗറ്റീവ് റോള് ചെയ്തതാണോ? അല്ല, എൻ്റെ ഫേസിന് നമ്മൾ ഓഡീഷന് ചെന്നപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ഫേസാണ്. അത് കേട്ടപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ? എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് അതിന്റെ അർത്ഥം നെഗറ്റീവ് ഒരു ക്യാരക്ടറിന്റെ ഫേസ് ആണല്ലേ? അപ്പൊ സങ്കടം തോന്നിയില്ല? കാരണം എന്നെ ഇത്രയും വർഷം എന്റെ കുഞ്ഞിലേ തൊട്ട് എല്ലാവരും സ്മിത പാവാണ് പാവാണെന്ന്. അപ്പൊ ഞാൻ ഓർത്തൊക്കെ എനിക്കൊരു നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളതല്ലേ. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവര് ചോദിക്കും, എടീ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനൊക്കെ ക്രൂരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നീ തന്നെ ആണോ എന്ന് ചോദിക്കും. ആരും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അമ്മയും മകനൊക്കെ കൂടെ അങ്ങനെ നെഗറ്റീവ് കൊണ്ട് അങ്ങനെ വാരി വിതറാണ് സീരിയലിൽ. അതെ അതെ, നമ്മള് തുടക്കം മുതൽ കുറേ കാര്യങ്ങൾ ടോം ആൻഡ് ജെറി പോലാണ്. നമ്മൾ ഓരോ പാരകൾ വെക്കും, അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും, അങ്ങനെ 2 വർഷം വീണ്ടും വെക്കും, നമ്മൾ തളരില്ല. ഇതൊന്ന് മടുത്തിട്ട് നിർത്താനുള്ള ഉദ്ദേശം നമുക്ക് തലയില് തേങ്ങ ഉടയ്ക്കുന്നു, കമ്പ് വീഴുന്നു, തെന്നി വീഴുന്നു, എന്നാലും നമ്മൾ പിന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മള് അടിപൊളിയായിട്ട് നമ്മുടെ സീരിയൽ ലൊക്കേഷനിലും ആണെങ്കിലും നിങ്ങൾ നല്ല എൻജോയ്മെന്റ് ആണ്. അതെ അതെ, കാരണം നമ്മുടെ സീരിയലില് വേറെ പല ലൊക്കേഷനിൽ നിന്ന് യൂണിറ്റും ആൾക്കാരൊക്കെ വരുമല്ലോ മേക്കപ്പ്. അപ്പൊ നമ്മളോട് പറയൂ, നിങ്ങൾ പത്രമായിട്ട് നിങ്ങൾക്കൊന്നും ഒരു ജാടയില്ല, നമ്മളെല്ലാം ഇപ്പൊ ഒരു റൂമിലാണ് ഇരിക്കുന്നത്, നമ്മളെല്ലാം ചിലപ്പോൾ നിലത്താണെങ്കിൽ ഇരുന്ന് സംസാരിക്കും, വർത്തമാനം പറയും, അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, നല്ല സെറ്റാ. ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല സ്റ്റാർഡം വരുന്ന ഒരു സീരിയലാണ്. എന്ന് വെച്ചാൽ എല്ലാവരും സീരിയലിലേക്ക് വരുമ്പോൾ പലരും പുതുമുഖമാണെങ്കിൽ പോലും ഇപ്പൊ TRP റേറ്റിംഗിൽ നമ്പർ 1 ആണ്. ഫാൻസ് ആണെങ്കിലും ഒരുപാട് പേരുണ്ട്. കുറച്ച് ജാടയൊക്കെ കാണിക്കാൻ ശരിക്കും, പക്ഷെ നമ്മൾ ആരും ജാട കാണിക്കത്തില്ല. അതാ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോൾ ലൊക്കേഷനിൽ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. രാവിലെ 6 മണിക്ക് വണ്ടി കയറി തിരിച്ച് റൂമിലെത്തുമ്പോൾ 10:30 നമ്മൾ ഈ ആൾക്കാരുടെ പ്രതികരണം ഒന്നും കാണുന്നില്ല. എറണാകുളത്ത് വരുമ്പോഴാണ് ഇത്രയൊക്കെ ഉണ്ട്, എല്ലാവരും ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയൊക്കെയാണ്. ഈ നെഗറ്റീവ് റോള് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ആളുകൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹമല്ല, പലരും വന്ന് ചീത്ത പറയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഉണ്ടോ? ഉണ്ട്, എല്ലാവരും വന്നിട്ട് പറയും കുറച്ചൊന്നും ഇത് കുറയ്ക്കുക കേട്ടോ, ക്രൂരത കുറയ്ക്കുക, കുറച്ച് ഏഷണി കുറയ്ക്കുക അങ്ങനെയൊക്കെ പറയും. അത് പക്ഷേ നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു അപ്രിസിയേഷൻ കൂടിയാണ് അല്ലേ? നമ്മുടെ ക്യാരക്ടർ അത്രയും ഗംഭീരമാവുന്നു, ആളുകൾ അതിനെ സ്വീകരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അല്ലേ? സ്മിത ചേച്ചിയുടെ ആക്ടിങ് ഒരു കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതൊക്കെ എപ്പോഴാണ്? ഞാൻ ആക്ച്വലി BSc നേഴ്സാണ്. ദുബൈയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഒരാൾ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആർട്ട് ഷൂട്ട് തന്നാണ്. അങ്ങനെ ആർട്ട് ഷൂട്ട് തന്നു. ആ സമയത്ത് കുറച്ച് സിനിമയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ നേഴ്സിംഗ് ഉപേക്ഷിച്ചു പതുക്കെ. പിന്നെ നേഴ്സിന് ആ ജോലിക്ക് പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 9 മലയാളം മൂവി ചെയ്തു, പിന്നെ ഒരു തമിഴ് മൂവി ചെയ്തു. അതിനുശേഷം മഴവിൽ മനോരമയിൽ ഇന്ദിര എന്ന് പറയുന്നൊരു സീരിയൽ ചെയ്തു. അതൊരു 1 വർഷമൊക്കെ ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ പോന്നു അതിൽ നിന്ന്. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം 7 വർഷം വെറുതെ ഇരുന്നു. ഇത്രയും ലൈം ലൈറ്റിൽ നിന്നിരുന്ന ഒരാള് കല്യാണം കഴിഞ്ഞ് എന്തുകൊണ്ട് വെറുതെ ഇരുന്നെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനും കുറച്ച് അങ്ങ് ട്രാവലൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ആ ട്രാവലിൻ്റെ ഇതിലങ്ങ് കുറച്ച് കംഫർട്ട് സോണിൽ അങ്ങ് ഇരുന്നു. കല്യാണം കഴിഞ്ഞ ഹണിമൂൺ പീരീഡ് 7 വർഷം വരെ അപ്പോഴത്തേന് കുഞ്ഞുണ്ടായി, പിന്നെ അവനെ നോക്കുന്ന കാര്യമായി. അപ്പോഴാണ് കോവിഡ് വന്നപ്പോഴത്തേന് നമ്മൾ വീട്ടിൽ ഇരുന്നിരുന്നിരുന്ന് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ. പക്ഷെ ആ സമയത്ത് ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് അതൊക്കെയാണ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തോ. അങ്ങനെയാണ് ഈ സീരിയലിൻ്റെ ഇത് വന്നിട്ട് റീ എൻട്രി എന്നൊക്കെ പറയാം. കുറേ നാളിന് ശേഷം ചെയ്യുന്നതാണ്. അതെന്താണേലും അടിപൊളിയായി. നമ്മൾ മുൻപ് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇതുപോലെ നെഗറ്റീവ് ആയിരുന്നോ? ആക്ച്വലി ആ സീരിയലിലെ നെഗറ്റീവ് ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അത് നെഗറ്റീവ് ക്യാരക്ടർ. എനിക്കൊന്ന് എൻ്റെ മോന്ത കണ്ടാൽ പിന്നെ നെഗറ്റീവ്. സിനിമകളിലാണെങ്കിലോ? സിനിമയിൽ ക്യാരക്ടറോളാ സിനിമ ചെയ്തത് ഭാര്യ എത്ര പോരാ, അത് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. പിന്നെ സൈലൻസ് മമ്മൂക്കാടെ ഒരു മൂവി, പിന്നെ പൈസ ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു ക്യാരക്ടറോളാ.
പിന്നെ ആർട്ടിസ്റ്റ് ഫഹദിന്റെ ഒരു മൂവി. അങ്ങനെ ചെയ്ത സിനിമയൊക്കെ നല്ലതാണ്. പക്ഷെ അതിങ്ങനെ സ്ലോലി ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞു വരുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് എടുത്ത്. അതെ, കല്യാണം കഴിഞ്ഞ് ബ്രേക്ക് എടുത്തിരിക്കാൻ തോന്നിയത്. നല്ലൊരു കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പൈസ റോളൊക്കെ കണ്ടിട്ട് എന്നെ കുറച്ചു പേരൊക്കെ തിരിച്ചൊക്കെ അറിഞ്ഞായിരുന്നു. അതിനെന്താ ഇപ്പൊ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടല്ലോ, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ തിരിച്ചറിയുന്ന ആളുകൾ വന്നിട്ട് ഉപദേശം കൂടെ ഉണ്ടല്ലോ ഒപ്പം തന്നെ. അതെ, ഇത്രയും ക്രൂരി ആവരുത്, കുറച്ചൊന്നും കുറയ്ക്കണം എന്നൊക്കെയുള്ള ഉപദേശം കൂടെ ആക്ച്വലി വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ ചെയ്യണമെന്നുണ്ട്. പോസിറ്റീവ് ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ആയിരിക്കും ആ റെസ്പോൺസ് കൂടെ അറിയണം അല്ലേ. ഇപ്പൊ നമ്മള് ലൈഫിൽ നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നഴ്സായിട്ട് വർക്ക് ചെയ്തു, അതിനുശേഷം ഫിലിംസ് ചെയ്തു, ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നു, അങ്ങനെ പല പല റോൾസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടം? സീരിയൽസ്. കുഞ്ഞിലെ തൊട്ടേ എനിക്ക് മാഗസിന്റെ മുഖചിത്രമാകണം, അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്വപ്നം കാണൂലേ, അങ്ങനെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ശരിക്കുള്ള നാട് പത്തനംതിട്ടയാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവരും നഴ്സിങ്ങിനാണ് വിടുന്നത്. അപ്പൊ എൻ്റെ പപ്പ എന്നെ നഴ്സിങ്ങിന് വിട്ടു. ആ ഫ്ലോയിലങ്ങ് പോയതാണ്. പക്ഷെ കറക്റ്റായിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് കിടക്കുന്നത് ഈ ഒരു ഏരിയ ആയതുകൊണ്ട്. അതെ, അതെന്റെ ഒരു ഭയങ്കര ഒരു ഇതാട്ടോ. നമ്മൾ ആഗ്രഹിച്ചാല് നടക്കും, അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും. നമ്മുടെ ആൽക്കമിസ്റ്റ് അവിടെ വർക്കായിട്ടുണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ എത്തി. എന്റെ അരുതി വർക്കായി. ഇനി ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, ഫാമിലി എൻ്റെ ഹസ്ബൻഡ് ഷക്കീൽ, പിന്നെ ഒരു മോനുണ്ട് അബ്രാർ ഇരുമ്പൻ, അവനിപ്പം 3rd ഗ്രേഡ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണ്. ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്ത് വന്ന് സെറ്റിലായി. എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഷൂട്ടിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകും. നമുക്കിപ്പോൾ 15 ദിവസമാണ് ഷൂട്ടെങ്കിലും ചിലപ്പോൾ 2 ദിവസമൊക്കെ ബ്രേക്ക് കാണും. എറണാകുളത്ത് വരെ എളുപ്പമാണല്ലോ, അപ്പം വേഗം വരും പോകും, അങ്ങനെയൊക്കെ. മോൻ എങ്ങനെ പറയോ അമ്മ നെഗറ്റീവ് റോള് കാണുന്ന സമയത്ത്? മോൻ എന്തെങ്കിലും ഇല്ല, അവൻ അങ്ങനെ ഒന്നും കുറച്ച് മലയാളം ഒന്നും അറിയില്ല. ഷീസ് ആൻ ആർട്ടിസ്റ്റ്, മൈ ഉമ്മി ഈസ് ആൻ ആർട്ടിസ്റ്റ്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ചെയ്യുന്ന റോളാണെങ്കിലും നമ്മളെ ഒരു അമ്മായിയമ്മയാണ്, അമ്മയാണ്. ഇപ്പൊ വിളിക്കുന്ന റോളുകളും ഇല്ലേ, എല്ലാം അമ്മ റോളുകളാ. ഇപ്പൊ അടുത്ത് കുറെ ചാനലിൽ നിന്നൊക്കെ വിളിച്ചു. എനിക്കാണെങ്കിൽ ഒരു ചുരിദാറൊക്കെ ഇട്ട് റിയൽ പ്രായത്തിലെങ്കിലും നിൽക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ട് 3-4 ചാനലിൽ നിന്ന് വിളിച്ചു, പക്ഷെ എല്ലാം അമ്മ റോളാ വിളിക്കുന്നത്. എനിക്ക് അമ്മയായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സാരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രായവും തോന്നും. അപ്പൊ ഈ റിയൽ പ്രായത്തിലുള്ള ക്യാരക്ടർ വേണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഒരു ക്യാരക്ടറിലും അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ അങ്ങനെയല്ല, ജീൻസും ടോപ്പ് ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ വലിയ കുഴപ്പമില്ലല്ലോ. ഒരു ചേച്ചി റോളോ അല്ലേ, ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് റോളുകൾ സീരിയലില് അമ്മവേഷത്തിനാണ് കൂടുതലും എനിക്ക് തോന്നുന്നു. നായിക അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അതെ, ഇനി ഫിലിമിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടോ? ഉറപ്പായിട്ടും. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകണമെന്നാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താഗ്രഹിച്ചാലും നടക്കും. ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു ഫിലിം സ്റ്റാർ ആവും. അന്നത്തെ ഫിലിം സ്റ്റാറിനുള്ള അന്ന് നമുക്ക് പറയാം, 10 വർഷം മുൻപ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഇന്റർവ്യൂ എടുത്ത് നോക്കണം 10 വർഷം കഴിഞ്ഞിട്ട്. ഞങ്ങളിത് വീണ്ടും റീപോസ്റ്റ് ചെയ്യും ഈ ഇന്റർവ്യൂ ആ ടൈമിൽ 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വീണ്ടും ഒരു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇന്റർവ്യൂ നമുക്ക് അപ്പം നടത്താം. ഇപ്പോ സിനിമയില് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? ലെനയൊക്കെ ചെയ്യുന്നില്ലേ, ലെന സൃന്ദയൊക്കെ ചെയ്യുന്നത്, അങ്ങനത്തെയൊക്കെ ക്യാരക്ടർ റോൾസ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ചെറിയ റോളാണെങ്കിൽ ആ സിനിമയിൽ ആ കഥാപാത്രത്തിനൊരു പേരും പിന്നെ എന്തെങ്കിലും ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് നേരമാണ് സ്ക്രീൻ ടൈം എങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ? ഇപ്പൊ ലെനയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ലെനയും സീരിയലിൽ നിന്ന് സിനിമയിൽ എത്തിയ ഒരാളാണ് അല്ലെ? അതുപോലെ ആയിരിക്കണം, അതുപോലെ നമുക്കും സ്മിത സീരിയലിൽ നിന്ന് സിനിമയിൽ എത്തിയ താരം എന്നുള്ള രീതിയിൽ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്മിത ചേച്ചിക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, ആ സമയത്ത് ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പത്തരമാറ്റ് ടീം എല്ലാവരും കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പാവറട്ടിയിലാണ്. പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ 22nd ആനിവേഴ്സറിക്കാണ്. ഇവിടെ നമ്മുടെ സീരിയലിലെ
ജാനകിയുടെ പ്ലേ സ്കൂൾ ആണല്ലേ? എങ്ങനെയാണ് ജാനകി ആയിട്ടുള്ള റിലേഷൻ നമുക്ക് അറിയുന്നതാണ്? ജാനകി നമ്മുടെ സീരിയൽ തുടങ്ങിയതിന് ശേഷം വന്ന കുറച്ച് നാളുകൾ കഴിഞ്ഞ് എന്താണെങ്കിലും വന്നിപ്പോ നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഫാമിലി പോലാണ്. അപ്പോൾ നമ്മള് അത്രയ്ക്കും നമ്മൾ ഒരു ബന്ധം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ബിസി ഉണ്ടായിരിക്കും. എന്നിട്ട് പോലും എല്ലാവരും കൂടെ അത് തന്നെ അത് നമ്മുടെ ടീം തന്നെയാണ്. പത്രമാറ്റിന്റെ ഞങ്ങളെല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന സമയത്ത് ടീച്ചർ ചേട്ടൻ വിവിധ ചേച്ചിയുടെ വീട് ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ ഇപ്പൊ എല്ലാവർക്കും പേര് മാത്രം അറിയായിരിക്കും, പക്ഷെ ടിറ്റോ ചേട്ടൻ നമ്മുടെ സീരിയലിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു കുടുംബം പോലാണ്, ഭയങ്കര സ്നേഹമാണ്. നിങ്ങളുടെ ഈ ഒരു സ്നേഹവും ഇതൊരു സന്തോഷമൊക്കെ എന്നതുപോലെ തന്നെ നിൽക്കട്ടെ. സ്മിത ചേച്ചിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വേഗം തന്നെ സിനിമയിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ ആ ഒരു ഇമ്പോർട്ടന്റ് റോളൊക്കെ ആയിട്ട് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുപോലെ സീരിയലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. സീരിയൽസിലാണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചേച്ചി ആഗ്രഹിക്കുന്ന പോലത്തെ റോൾസ് ഇനി കമ്മിങ് സീരിയൽസിലും ഉണ്ടാവട്ടെ. സീരിയല് വേറെ ചെയ്യണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഏഷ്യാനെറ്റ് അങ്ങനെ കുറച്ച് അലോ ചെയ്യില്ല. ഒരു സീരിയൽ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് നാൾ നോക്കും സിനിമ, ഒരു 6 മാസം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്ന്. കാരണം നമുക്ക് ഡേറ്റിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാലൻസ് ചെയ്യാൻ പാടാണ്. അപ്പോൾ നോക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.